ഗവൺമെന്റ് ഒരു ഭാഗത്ത് കർശനാക്കണമെന്ന് പറയുന്നു, മറ്റൊരു ഭാഗത്ത് ഒന്നായിട്ട് പെർമിറ്റും കൊടുക്കുന്നു. എന്താ അതിനുള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഷുഗറിന്റെ ഗുളികയും കുടിക്കുന്നുണ്ട്, ലഡും ജിലേബിയും കേറ്റിനുണ്ട്. നല്ലോണം മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ, അവർക്ക് പണം കിട്ടിയാൽ മതി, മനുഷ്യൻ ചത്തോട്ടെ മരിച്ചോട്ടെ വിഷയമല്ല, മൃഗങ്ങൾ ചാകാതിക്കണം. മൃഗം ചത്താ പ്രശ്നം, മനുഷ്യൻ ചാകണേന് കുഴപ്പമൊന്നുമില്ല. മൃഗങ്ങളെ പറ്റി പറയുമ്പോൾ കരുതണം, ബഹുമാനം കുറഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെയുണ്ട്. ഒരു പുലി 4 ആളെ കൊന്നാലും പുല്ലിനെ കൊല്ലാൻ പാടില്ല, പുല്ലിനെ പിന്നെ ഉൾവനത്തിൽ വിടണം. ഈ കൊന്ന 4 ആളോ മരിച്ചു പോയിക്കോട്ടെ, പ്രശ്നമില്ല. ഇങ്ങനെ ചില നിയമങ്ങൾ ഇപ്പൊ ഹൈക്കോടതി അതിലിപ്പോ ഒന്ന് പറഞ്ഞു സമാധാനമുണ്ട്. ഈ റാഗിങ്ങിന്റെ ശിക്ഷകളൊക്കെ കുറച്ചൊന്ന് കൂട്ടണോ, ഇസ്ലാമിനെ കണ്ടു പഠിക്കണം. ഇസ്ലാം ഇത്തരം കുറ്റങ്ങൾക്കൊക്കെ കർശനമായ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകല്ല. ഒരു കൊലപാതകം കഴിയുമ്പോഴേക്ക് നീട്ടി കൊല്ലങ്ങൾ നീട്ടി, അപ്പോഴേക്ക് ഓനെ മറന്നുകിട്, ഓന് ജയിലിൽ സുഖമായ വാസം. ഓനെ കൊന്നത് ഒരു പാർട്ടിയാണെങ്കിൽ മറ്റേ പാർട്ടിക്കാർ രംഗത്ത് ഇറങ്ങി, എന്നിട്ട് 10 കൊല്ലം ജയിലിൽ കഴിഞ്ഞ് നോക്കുമ്പം ഓന് പുറത്തേക്ക് വിട്ട്. ആ പുറത്തേക്ക് വിടുമ്പോൾ വീരേതിഹാസത്തോടു കൂടെയുള്ള വീരോചിതമായ സ്വീകരണം. പിന്നെ ആൾക്കാർ കൊല്ലുള്ളൂ. ആലോചിക്കാണ് നിങ്ങൾ, ഇത്തരം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നവരെ നിഷ്ഠൂരമായി കൊല്ലാനുള്ള നിയമങ്ങൾ വേണ്ടേ? കിസാസ് എന്ന നിയമം വിശുദ്ധ ഇസ്ലാമിലുണ്ട്. ക്രൂരമായ ബലാത്സംഗങ്ങൾക്കെതിരെ വിശുദ്ധ ഇസ്ലാം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിന്റെ നിയമം കടത്താണെന്ന് പറയും. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ട് ആരെങ്കിലും ജീവിച്ചാൽ പിന്നോ തെറ്റു ചെയ്യൂല.